പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിലെ ചർച്ചയിൽ ലോക്സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഭരണപക്ഷം തടസ്സപ്പെടുത്തി. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്ന ചിലരുണ്ടെന്നും അത്തരക്കാർ വിഡ്ഢികളാണെന്നും രാഹുൽ ഗാന്ധി. വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കാൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. അതേസമയം രാഹുലിന്റെ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭരണപക്ഷവും പ്രതിഷേധിച്ചതോടെ സഭ വീണ്ടും പ്രക്ഷുബ്ധമായി. സഭ മര്യാദ പാലിക്കണമെന്ന സ്പീക്കർ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫാക്കി. ലോക്സഭ 2:30 വരെ നിർത്തിവെച്ചു. രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും 2:30 മണി വരെ നിർത്തിവെച്ചു. And they believe that knowledge emerges from inside them. They believe that they are God. That everything that is to be known is known to them. They are arrogant. They are arrogant. They don't listen. They don't respect other people's truth. So I said, what do you call these people? She said, I call them idiots. So I. Why you are worried? Yeah, he's not telling about you. Why you are worried? He's telling about it. What? Sir, मैंने बोला नहीं सर कुछ. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ കൂടി ചേരുന്നു. വിഷ്ണു, ഈ സഭ താൽക്കാലികമായി നിർത്തിവെക്കുന്നവരെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിരൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിച്ചത്. മാത്രമല്ല, എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്ന ചിലർ ഉണ്ടെന്നും അത്രക്കാർ വിഡ്ഢികളാണെന്ന ഒരു പരാമർശം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് പിൻവലിക്കണമെന്നടക്കം കിരൺ റിജിജു അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ ശക്തമായ ആരോപണങ്ങളുമാണ് നിലവിൽ ഉയർന്നു വരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉമ, പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ അതിരൂക്ഷമായിട്ടുള്ള ഭരണ പ്രതിപക്ഷ വാക്പോര് തന്നെയാണ് എന്തായാലും ലോക്സഭയിൽ അരങ്ങേറിയത്. 1 മണിയോട് കൂടിയായിരുന്നു രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ ആരംഭിച്ചത്. പക്ഷേ രാഹുൽ ഗാന്ധി സംസാരിച്ചു വന്നപ്പോൾ തുടക്കത്തിൽ തന്നെ നടത്തിയ പരാമർശം അത് ഭരണപക്ഷത്തെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം എന്ന് പറയുന്നത്. വിദ്യാർത്ഥി പ്രതിഷേധത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗം ആരംഭിച്ചത്. ശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു പരാമർശം എന്ന് പറയുന്നത്, എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്ന ചിലരുണ്ട്, അവരുടെ വിചാരം സ്വയം ദൈവമാണ് എന്നതാണ്. പക്ഷേ അത്തരക്കാർ വിഡ്ഢികളാണെന്നും ഈ വിഡ്ഢികളെ ഭക്തർ ഈ വിഡ്ഢികളെ പിന്തുടരുമെന്നുമുള്ള ഒരു പരാമർശം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പിന്നീട് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ല ഇത്തരമൊരു പരാമർശം നടത്തിയത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വാക്കിന് പകരം മറ്റൊരു വാക്ക് ഞാൻ ഉപയോഗിക്കാം എന്നതൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. പക്ഷേ വലിയ തോതിലുള്ള ഭരണ പ്രതിപക്ഷ ഒരു വാക്കുതർക്കം ലോക്സഭയിൽ അരങ്ങേറി. പിന്നീട് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വരുന്നു. രാഹുൽ ഗാന്ധി ഇത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ല, സഭയ്ക്ക് നിരക്കാത്ത വാക്കുകൾ രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നു, ഈ വാക്കുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം പാർലമെന്ററി കാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നു. കേന്ദ്ര മന്ത്രി രാജ്നാഥ് സിംഗും ഇതേ ആവശ്യം ഉന്നയിക്കുന്നു. അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കൊക്കെ തന്നെ പോയി. രാഹുൽ ഗാന്ധി ഓരോ തവണ സംസാരിക്കാൻ എണീക്കുമ്പോഴും ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടാകുന്നു. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ലോക്സഭയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് സ്പീക്കർ തന്നെ രാഹുൽ ഗാന്ധിയോട് പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ബില്ലിനെ കുറിച്ച് മാത്രം സംസാരിക്കുക, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കരുത് എന്നതാണ് സ്പീക്കർ മുന്നറിയിപ്പ് രാഹുൽ ഗാന്ധിക്ക് നൽകുന്നത്. എന്തായാലും അതിൽ വലിയ പ്രതിഷേധം ഇരുഭാഗത്തുനിന്നും ഉണ്ടായതിനു ശേഷം വീണ്ടും രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ വലിയ വിമർശനങ്ങൾ RSSനെതിരെ BJPക്കെതിരെയൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. രാജ്യത്തെ സർവകലാശാലകളൊക്കെ തന്നെ RSS നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. മിക്ക സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരെ RSSകാർ വരുന്നു. പക്ഷേ ഈ RSSനെ നേരിടാൻ രക്ഷിതാക്കൾക്ക് ഭയമാണെങ്കിലും ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് ഭയമില്ല. അവർ നിങ്ങളെ ചോദ്യം ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങൾ മറ്റ് മതക്കാർക്കെതിരെ നടത്തുന്ന ഒരു അടിച്ചമർത്തലൊക്കെ തന്നെ ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ നിങ്ങളെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് പിന്നീട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ
വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിക്കുന്നു. അതായത് ഈ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് പെല്ലറ്റ് ഗൺ അടക്കം ഉപയോഗിച്ചപ്പോൾ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ ഷൂട്ട് ചെയ്യാൻ, വെടിവെക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഉത്തരവിട്ടത്. അമിത്ഷായ്ക്ക് ഭയമാണ് സഭയിൽ വരാൻ, അതുകൊണ്ടാണ് അമിത്ഷാ സഭയിൽ വരാത്തത്. ഇത്തരം ചോദ്യങ്ങൾ അമിത്ഷായ്ക്ക് നേരെ ഉയർന്നു വരുമെന്നുള്ള ഭയം കൊണ്ടാണ് അമിത്ഷാ സഭയിൽ വരാത്തത്. അമിത്ഷാ 30 വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ അമിത്ഷാ ഈ രാജ്യത്തെ, ഈ ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ ഷൂട്ട് ചെയ്യാൻ, വെടിവെക്കാൻ അമിത്ഷാ ഉത്തരവ് നൽകിയെന്ന അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ ഉന്നയിച്ചത്. ഇതിനെ തുടർന്ന് അതിശക്തമായിട്ടുള്ള ഭരണ പ്രതിപക്ഷ വാക്പോരാണ് പിന്നീട് സഭയിൽ നടന്നത്. ഒരു കാരണവശാലും ചർച്ച മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഭരണപക്ഷം വലിയ തരത്തിൽ സഭയിൽ പ്രതിഷേധിച്ചത്. പ്രത്യേകിച്ച് ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണം, അല്ലെങ്കിൽ തെളിവില്ലാത്ത ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് എന്നതാണ് ഭരണപക്ഷം ചൂണ്ടിക്കാട്ടിയത്. ഇത്തരം പരാമർശങ്ങൾ സഭയ്ക്കകത്ത് ഉന്നയിക്കാൻ പാടില്ല. തെളിവില്ലാത്ത ആരോപണങ്ങൾ സഭയിൽ ഉന്നയിക്കരുത്. രാഹുൽ ഗാന്ധി ഇത്തരം പരാമർശം നടത്തുകയാണെങ്കിൽ അതിന് തെളിവ് വേണം. അമിത്ഷാ അത്തരം ഒരു ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവ് കാണിക്കണമെന്നതടക്കം ഉയർത്തിക്കാട്ടി വലിയ പ്രതിഷേധം ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ലോക്സഭയിൽ അരങ്ങേറിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അമിത്ഷായ്ക്കെതിരെ നടത്തിയ പരാമർശത്തിൽ മാപ്പ് പറയണമെന്ന ആവശ്യം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ പരാമർശങ്ങളൊക്കെ തന്നെ സഭാരേഖയിൽ നിന്ന് നീക്കണമെന്ന ആവശ്യമാണ് ഭരണപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അഖിലേഷ് യാദവ് ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമുണ്ട്. രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ്. ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കാൻ ആരാണ് ഉത്തരവ് നൽകിയത്, അതിന് നിർദ്ദേശം നൽകിയത് ആരാണ് എന്നതിൽ ഭരണപക്ഷം വ്യക്തത വരുത്തണം. അതിൽ ഭരണപക്ഷം കൃത്യമായ മറുപടി നൽകണമെന്ന് അഖിലേഷ് യാദവും നിലപാടെടുത്തതോടുകൂടി സഭയിൽ വലിയ തരത്തിൽ ഭരണപക്ഷ പ്രതിഷേധമുണ്ടായി. ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്ക് നേർ സഭയിൽ വന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ സഭ 2:30 വരെ നിർത്തിവെച്ചിരിക്കുന്നത്. ഉമ.